ഹോ എൻ്റെ ഹിമേ, ഇന്ന് കാക്ക മലർന്നു പറക്കുമല്ലോ. 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റെങ്കിലും നീ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടൊന്ന് ചത്താ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനിടയിൽ ശ്യാമ പറയുന്നത് കേട്ട് കയ്യിലെടുത്ത ഒരു പാക്കറ്റ് ഡാർക്ക് ഫാൻറ്റസിയിലേക്ക് നേർത്ത ചിരിയോടെ നോക്കി ഹിമ. ഇതൊന്നും വാങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടോ. മുതലാവില്ല, തനിക്കറിയാലോ വീട്ടിലെ അവസ്ഥ. ശരത്തേട്ടൻ പോയതോടെ അമ്മയ്ക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി ശരത്തേട്ടൻ്റെ പെങ്ങളും 3 പിള്ളേരും അന്ന് മുതൽ വീട്ടിലാണ്. കൂട്ടത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം വന്നു പോകുന്ന അളിയനും. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് പകരം 3 പാക്കറ്റ് വാങ്ങണം. എന്നും അതിന് കഴിയും എനിക്ക്. ഹിമ വീട്ടിലേക്ക് അത്യാവശ്യം ആയതൊക്കെ എടുത്തുകൊണ്ട് പറയുമ്പോൾ ശ്യാമയെ അവളുടെ കൂടെ കൂടി. ശരത്തിൻ്റെ പെങ്ങൾ പിള്ളാരെയും കൊണ്ട് വന്ന് നിൽക്കുന്നത് അല്ലാതെ വീടിന് ചെലവിനൊന്നും തരില്ലേ? ശ്യാമ സംശയത്തോടെ ചോദിച്ചു. എവിടെ തരാൻ? അവൾക്ക് മാത്രമല്ല പിള്ളേർക്കുള്ളതും പോരാഞ്ഞ് അവസാനം അളിയൻ വരുമ്പോൾ അയാൾക്ക് കഴിക്കാനുള്ളത് കൂടി ഉണ്ടാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവർക്കതിന് ന്യായമുണ്ട്. ശരത്തേട്ടൻ സർവീസിലിരിക്കുമ്പോൾ മരിച്ചതുകൊണ്ട് ആശ്രിത നിയമനമായി കിട്ടിയ ജോലിയല്ലേ എനിക്ക്. അതിൻ്റെ വീതം അനുഭവിക്കാൻ പെണ്ണുങ്ങൾക്കും അർഹതയുണ്ടെന്നാണ് അമ്മയുടെ വാദം. എന്നാലും എൻ്റെ ഹിമേ, ഒരു സാധാരണ പഞ്ചായത്ത് ക്ലർക്കിന് കിട്ടുന്ന തുക അവർക്ക് ഊഹിച്ചുകൂടെ? ശ്യാമ വീണ്ടും സംശയത്തോടെ നോക്കി. ഹാവോ, എനിക്കറിയില്ല. ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയില്ലല്ലോ. ആ മകനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരമ്മയല്ലേ. ബില്ലെല്ലാം പേ ചെയ്ത് പുറത്തേക്കിറങ്ങി വാങ്ങിയ സാധനങ്ങളെല്ലാം സ്കൂട്ടറിൽ വെച്ചുകൊണ്ട് ഹിമ പറയുമ്പോൾ ശ്യാമ അവളുടെ കയ്യിൽ പിടിച്ചു. അത് ന്യായമാണ് എന്ന് കരുതി ആങ്ങള മരിച്ച പേര് പറഞ്ഞ് 8ലും 6ലും 4ലും പഠിക്കുന്ന 3 പിള്ളേരെയും കൊണ്ട് അവൾ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ വന്ന് കിടക്കുന്നത് ശരിയാണോ? ആശ്രയം വേണ്ടത് നിനക്കും ശരത്തിൻ്റെ അമ്മയ്ക്കും നിന്റെ കുഞ്ഞിനും അല്ലേ? അല്ലാതെ വിവാഹം കഴിഞ്ഞ് ഭർത്താവുമായി ജീവിക്കുന്നവൾക്ക് ഇതിൻ്റെ പങ്കു കൊടുക്കേണ്ട ആവശ്യം എന്താ? അതൊക്കെ ചിന്തിക്കേണ്ടത് അമ്മയല്ലേ ശ്യാമേ. നീ വിട്ടോ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അളിയൻ വരും, ചിക്കൻ വാങ്ങണം എന്നുച്ചയ്ക്ക് തന്നെ അമ്മയുടെ ഓർഡറുണ്ട്. ചിക്കൻ മാത്രം ആക്കണ്ടടി, അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും പിള്ളേർക്കും കൂടി തിന്നാൻ മട്ടനും കൂടി വാങ്ങിക്കൊണ്ടുപോകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് നിനക്കാണ് തരേണ്ടത്. ശ്യാമ ദേഷ്യത്തോടെ വണ്ടിയെടുത്തുകൊണ്ട് പോകുമ്പോൾ നിസ്സഹായതയോടെ ഒരു ചിരി ചിരിച്ചുകൊണ്ട് ഹേമ വീട്ടിലേക്ക് വണ്ടി വിട്ടു. ചിക്കൻ ഉൾപ്പെടെ വീട്ടിലേക്ക് വേണ്ടതെല്ലാം വാങ്ങി വരുമ്പോൾ ആ മാസം കിട്ടിയ സാലറിയുടെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞിരുന്നു. വണ്ടി മുറ്റത്തേക്ക് കയറ്റുമ്പോൾ കാർപോർച്ചിൽ അളിയൻ്റെ കാർ നേരത്തെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും 2 ദിവസം ഹേമയെപ്പോലെ തന്നെ ശരത്തും വാങ്ങിക്കൊടുത്ത സ്കൂട്ടറിന് സ്ഥാനം പുറത്താണ്. കിണറിന്റെ അടുത്തേക്ക് വണ്ടി ഒതുക്കി വെക്കുമ്പോൾ അകത്ത് കേൾക്കാം കുട്ടികളുടെ കളിച്ചിരികൾ. അച്ഛൻ വന്ന സന്തോഷമാണ് അവർക്ക്. വാങ്ങിയ കവറെല്ലാം എടുത്ത് അകത്തേക്ക് ചെല്ലുമ്പോൾ അച്ഛനും മക്കളും കൂടെ കളിച്ചിരിയിലാണ്. ശരത്തിന്റെ പെങ്ങളും അമ്മയും അത് ആസ്വദിച്ച് അടുത്തിരിക്കുമ്പോൾ ഹേമയുടെ കണ്ണുകൾ സ്വന്തം ചോരയെ തേടി മുറിയിലായിരിക്കും. ഇങ്ങനെയുള്ളപ്പോൾ അവൻ തനിയെ മുറിയിലേക്ക് പോകുന്നത് പതിവാണ്. ആ ഹേമ, ഇന്ന് താമസിച്ചോ? ഞാൻ വന്നിട്ട് കുറേ നേരമായി. അല്ല, സമയം 7 മണി കഴിഞ്ഞല്ലോ, എന്താ ഇത്രയും ലേറ്റായത്? ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷന്റെ അല്ലെങ്കിൽ കുടുംബനാഥനാകാൻ ശ്രമിക്കുന്നവന്റെ വക ഒരു താക്കീത്. അത് പിന്നെ ഉണ്ണി ഇന്ന് വീട്ടിലേക്ക് കുറച്ച് പലചരക്ക് മേടിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായത്. നിനക്ക് ആഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ അതൊക്കെ വാങ്ങിക്കൊണ്ട് നേരത്തെ വീട്ടിൽ കയറരുതോ? ദേ, ഭർത്താവ് മരിച്ച പെണ്ണാ നീ, ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വാക്കിനൊപ്പം അമ്മയും എടുത്തു ചാടി. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലുകൾ മാത്രം ബാക്കിയാകുമെന്ന് മനസ്സിലായതോടെ കൊണ്ടുവന്ന പാക്കറ്റുകൾ അടുക്കളയിലേക്ക് വെക്കാൻ പോകുമ്പോൾ പുറകെ വന്നു പെങ്ങളും പിള്ളാരും. ഹേമേ, ഞാൻ പറഞ്ഞത് വാങ്ങിയോ? പാഡല്ലേ? പാക്കറ്റിലുണ്ട്. സാധനങ്ങൾ ഓരോന്നും എടുത്തു വെക്കുന്നതിനിടയിൽ മറുപടി പറഞ്ഞു. ഉണ്ണിയേട്ടനോട് പറഞ്ഞാൽ മേടിച്ചോണ്ട് വരില്ല. ആൾക്കതെന്തോ ഒരു നാണക്കേട് പോലെയാണ്. നിന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞതാ. അപ്പോൾ പറയുക, ഇതൊക്കെ ആണുങ്ങളാണോ വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്ന് ഹേമയോട് പറയാനെന്ന്. നിസ്സാരമായി പറഞ്ഞുകൊണ്ട് പാക്കറ്റിൽ നിന്നും ഒരു വലിയ പാക്കറ്റ് വിസ്പർ എടുക്കുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ഡാർക്ക് ഫാൻറ്റസിയിൽ പിടുത്തവിട്ട് കഴിഞ്ഞിരുന്നു അവളുടെ ഇളയ 2 കുട്ടികൾ. പിള്ളേർ മൊത്തം കഴിച്ചു തീർക്കരുത്, കണ്ണനും കൂടി കൊടുക്കണം, അവനെ വിളിക്ക്. ഹേമ കൊണ്ടുവന്ന ബിസ്ക്കറ്റിന് അവകാശികൾ അവരാണെന്നതുപോലെ അമ്മ ഹേമയുടെ കുഞ്ഞിനും കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്തോ അവൾക്ക് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയത് 2 വർഷം മുമ്പാണ്. കഴുത്തിലെ താലി നഷ്ടമായ അന്ന്. കൊണ്ടുവന്നതെല്ലാം അടുക്കളയിൽ ഒരുക്കി വെച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ 7 വയസ്സുള്ള കുഞ്ഞ് പടം വരയിലാണ്. അമ്മേ, അവളെ കണ്ടത് ഓടി വന്നവൻ കെട്ടിപ്പിടിക്കുമ്പോൾ അത്രയും നേരം അടക്കി വെച്ചതൊക്കെയും കണ്ണുനീരായി പൊഴിയാൻ തുടങ്ങി. അമ്മ കരയാണോ? എന്തിനാ കരയുന്നേ? കുഞ്ഞിന്റെ ചോദ്യത്തിൽ പെട്ടെന്ന് തന്നെ അവൾ കണ്ണുനീർ തുടച്ചു കളഞ്ഞു. അമ്മ കരഞ്ഞില്ലല്ലോ. കണ്ണിലൊരു കരട് പോയതാ. സാരല്ല. നീ വന്നപ്പോഴും മുറിയിൽ കയറി കഥ കടച്ചോ? ആ കോഴിയെടുത്ത് കറി വെക്കാൻ നോക്ക്. പിന്നെ ഉണ്ണിക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട്.
ഉണ്ണി ചപ്പാത്തി മതിയെന്ന് പറഞ്ഞതുകൊണ്ട് പിള്ളേർക്ക് 3 പേർക്കും അത് മതിയെന്ന്. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് പിള്ളേർക്ക് കിടന്നുറങ്ങണം. അവളോട് പറഞ്ഞുകൊണ്ട് അവൾ കൊണ്ടുവന്ന ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റിൽ നിന്നും ഒരു 2 എണ്ണം എടുത്ത് കുഞ്ഞിന് നേരെ നീട്ടി. ഇന്നാടാ 2 എണ്ണേ ഉള്ളൂ. ആ പിള്ളേർ 3 മുഴുവൻ കഴിച്ചു. അതെങ്ങനെ 1 2 എണ്ണം കൂടുതൽ വാങ്ങില്ലല്ലോ. കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ശരത്തിന്റെ അമ്മ പോകുമ്പോൾ ആ ബിസ്ക്കറ്റ് കഷ്ണം തിരിച്ചും മറിച്ചും നോക്കി കുഞ്ഞ്. കഴിച്ചോ, ഇല്ലെങ്കിൽ അതുകൂടി നിനക്ക് കിട്ടില്ല. അമ്മ കുളിച്ചിട്ട് വരാട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് ഹേമ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ആരും തന്നെയില്ല. ശരണ്യയുടെ മുറിയിൽ നിന്നും അവരുടെ കളിച്ചിരികൾ കേൾക്കാം. അമ്മ പത്രം വായനയിലാണ്. അതൊരു ശീലമാണ്. അന്നത്തെ പത്രം വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ നിരത്തും. പണ്ടേയുള്ള ശീലമാണോ എന്നറിയില്ല, അതോ ഹേമ വന്നതു മുതൽ തുടങ്ങിയ ശീലമാണോ എന്നും അറിയില്ല. എന്തായാലും ഒറ്റയ്ക്കെല്ലാം തീർക്കണം. ഉണ്ണിയുടെ ഒപ്പം മുറിയിലിരിക്കുന്ന ശരണ്യയെ സഹായത്തിന് വിളിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത് കാണുമ്പോഴുള്ള അസൂയയായി അവർ പറഞ്ഞുണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ അവൾ എന്നാ സഹായിച്ചിട്ടുള്ളത്? ഒറ്റയ്ക്ക് തന്നെ എല്ലാം തുടങ്ങി. വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും ഇട്ട് കുടിക്കാനുള്ള സമയമില്ലായിരുന്നു. ചിക്കൻ മുറിച്ചു വാങ്ങിയതുകൊണ്ട് ആ ജോലി ഒഴിഞ്ഞു കിട്ടി. അത് കുക്കറിൽ വെച്ചുകൊണ്ട് ചപ്പാത്തി പരത്താൻ തുടങ്ങി. മാവ് കുഴയ്ക്കുന്നതാണല്ലോ വലിയ ജോലി. എന്തായാലും ആ ജോലി അമ്മ കൃത്യമായി ചെയ്തു തന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പുച്ഛം മാത്രം, അല്ലാതെ എന്ത്. അവസാനത്തെ ചപ്പാത്തിയും ചുട്ടെടുക്കുമ്പോൾ ശരണ്യ പതുക്കെ അകത്തേക്ക് വന്നു. അയ്യോ ഹേമേ, നീ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞോ? എന്നെന്താ വിളിക്കാഞ്ഞത്? ഹോ, എനിക്ക് ചെയ്യാനുള്ള ജോലി എവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ മുഖത്ത് പോലും നോക്കാതെ പറയുമ്പോൾ വാങ്ങിവെച്ചിരിക്കുന്ന ചിക്കൻ കറിയുടെ രുചി നോക്കുകയാണ് ശരണ്യ. സൂപ്പറായിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയേട്ടൻ പറയും നീ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് അസാധ്യ ടേസ്റ്റാണെന്ന്. എനിക്ക് കൈപുണ്യം ഇല്ല എന്ന്. അതുകൊണ്ട് അടുക്കളയുടെ പരിസരത്ത് പോലും പോയേക്കരുതെന്നാ പുള്ളി എന്നോട് പറയുന്നത്. ഞാനിതൊക്കെ വിളമ്പട്ടെ. എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് ശരണ്യ പോകുമ്പോൾ ഉള്ളിൽ പരിഹാസച്ചിരി മാത്രമായിരുന്നു ഹേമയ്ക്ക്. അവർ 5 പേരും കൂടി ഉണ്ടാക്കി വെച്ചതൊക്കെ കളിച്ചിരികൾ പറഞ്ഞു കഴിക്കുകയാണ്. ആഴ്ചയിൽ വരുന്ന അച്ഛന്റെ സ്നേഹം ആ 3 കുഞ്ഞുങ്ങൾക്ക് വാരിക്കൊടുത്ത് അയാൾ പകരുമ്പോൾ കണ്ണൻ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവരുടെ മുൻപിൽ കൂടി ആ കുഞ്ഞു പോയിട്ട് പോലും ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. അമ്മേ, വിശക്കുന്നു. അടുക്കളയിൽ വന്നവൻ പറയുമ്പോൾ പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലാണ് ഹേമ. അമ്മ ഇപ്പോൾ ഇട്ട് തരാട്ടോ. എനിക്കും ചപ്പാത്തി മതി. അവൻ പറയുമ്പോൾ കാസ്ട്രോളിലേക്ക് ഒന്ന് നോക്കി. ഇല്ല, ഒരെണ്ണം പോലും ഇല്ല. എല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അവൾ നേരെ ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ അവസാനത്തെ ചപ്പാത്തി പിച്ചി ചീന്തിയിട്ടിട്ടുണ്ട് 3 പിള്ളേരും കൂടി. ചപ്പാത്തി അവർക്ക് തികഞ്ഞില്ല. 2 3 എണ്ണം കൂടുതൽ ഉണ്ടാക്കാൻ വയ്യായിരുന്നോ? മാവ് ഇരിപ്പുണ്ടായിരുന്നില്ലേ? കുറച്ചുനേരം കുഴച്ചു വെക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. അമ്മ അവിടെയും കുറ്റപ്പെടുത്തുമ്പോൾ കൈ കഴുകി വന്നു കഴിഞ്ഞിരുന്നു ഉണ്ണിയളിയൻ. അതിപ്പോ ഇവന്മാർ കൂടുതൽ കഴിക്കുമെന്ന് ഹേമ വിചാരിച്ചോ? അല്ലേ ഹേമേ? അയാളൊരു ശൃംഗാര ചിരിയോടെ പറയുമ്പോൾ ശരണ്യ കഴിച്ച് ഏച്ചിൽപാത്രം എടുക്കുന്നത് പോലെ കാണിച്ചു. നീ അതവിടെ വെച്ചിട്ട് ഉണ്ണിക്ക് കൈ തുടയ്ക്കാൻ തോർത്തെടുത്ത് കൊടുക്കാൻ നോക്ക്. അതൊക്കെ ഹേമ എടുത്തോളും. അമ്മയുടെ വകയാണ്. കേൾക്കേണ്ട താമസ ശരണ്യ അത് അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. ഹേമയുടെ ഉത്തരവാദിത്തമായി അവർ കഴിച്ച ഏച്ചിൽപാത്രം വരെ കഴുകി വെക്കേണ്ടത്. എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ചോറ് ചൂടാക്കി കുഞ്ഞിനും കൊടുത്ത് സ്വയം കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹേമയ്ക്ക് വയറു നിറയാനുള്ളത് ഇല്ലായിരുന്നു. കറിയാണെങ്കിൽ ചാറു മാത്രം. ക്ഷീണം കാരണം എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഉള്ളത് വാരി കഴിച്ചിട്ട് അടുക്കളയും അടച്ചു പോകുമ്പോൾ ശരണ്യയുടെ മുറി പാതി തുറന്നു കിടപ്പുണ്ട്. ഒരിക്കലും അങ്ങോട്ട് നോക്കുന്നതല്ല, പക്ഷെ എന്തോ അന്ന് കണ്ണങ്ങോട്ട് പോയി. ഇനി ഇത് പോയി കണ്ണനോട് പറയരുത്. അച്ഛൻ ഷവർമ്മ മേടിച്ചുകൊണ്ട് തന്നു എന്ന്. എല്ലാവർക്കും കൂടി വാങ്ങാൻ അച്ഛൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ഒന്ന് പതുക്കെ തിന്നടാ. ആർത്തി പിടിച്ച് കഴിക്കുന്ന മൂത്ത ചെറുക്കൻ്റെ കയ്യിൽ നിന്നും ഷവർമ്മ കടിച്ചു മുറിച്ചുകൊണ്ട് ശരണ്യ പറയുമ്പോൾ ഉണ്ണി ഇതെല്ലാം കണ്ട് ധൃതങ്ക പുളകിതനായിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മേടിച്ചുകൊണ്ട് വന്ന ഷവർമ്മയുടെ അത്രയും ടേസ്റ്റ് ഇല്ല. വേറെ കടയിൽ നിന്നാണോ ഇത് വാങ്ങിയത്? മൂത്ത ചെറുക്കൻ്റെ വായിൽ നിന്നുള്ള ചോദ്യം കേട്ടപ്പോൾ ഹേമയ്ക്ക് മനസ്സിലായി ഇത് സ്ഥിരമാണെന്ന്. ശ്യാമയുടെ കുറ്റപ്പെടുത്തലുകൾ വെറുതെയല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ആ നിമിഷം ഒരു തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടിയായിരിക്കാം അവളുടെ മുൻപിൽ അത് കാണിച്ചു കൊടുത്തത്. ആ ആഴ്ചയും അവസാനിച്ചു. പുതിയൊരു ദിവസത്തിന് തുടക്കം കുറിച്ചു. പതിവ് പോലെ തിങ്കളാഴ്ച രാവിലെ ഹേമ എഴുന്നേറ്റ് വന്നു. ആരും എഴുന്നേറ്റിട്ടില്ല. ഗോതമ്പ് പൊടി കലക്കി ഹേമയ്ക്കും കണ്ണനും മാത്രമുള്ള ദോശയുണ്ടാക്കി. ഹേമയ്ക്ക് ഉച്ചക്കലത്തേക്കുള്ളതും കണ്ണന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതിനും മാത്രം എടുത്തു വെച്ചു. അതിനുള്ള ചോറേ അവൾ അന്ന് വെച്ചുള്ളൂ. സാധാരണ ശരണ്യയെയും കുട്ടികളും എഴുന്നേറ്റ് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ അവർക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ വരെ റെഡിയാക്കി വെക്കുന്നത് ഹേമയുടെ ഉത്തരവാദിത്തമാണ്. അന്നും പതിവ് പോലെ യൂണിഫോമൊക്കെ ഇട്ട് കുട്ടികൾ നിരന്നിരുന്നു. കണ്ണന് മാത്രമുള്ളത് എടുത്തു വെച്ചുകൊണ്ട് പോകാനൊരുങ്ങുമ്പോൾ അടുക്കളയിലേക്ക് വന്ന ശരണ്യ പാത്രങ്ങളെല്ലാം ഉയർത്തി നോക്കി. ഇതെന്താ ഹേമേ, പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറില്ലേ? അവൾ ചോദിക്കുമ്പോൾ കണ്ണന്റെ ബാഗിലേക്ക്
എടുത്തു വെച്ചുകൊണ്ട് ഹേമ ഒന്ന് ചിരിച്ചു. ഉണ്ട്, പക്ഷെ അരിയിട്ടിട്ട് അത് വേവണം. നീ നേരത്തെ കാലത്തെ എഴുന്നേറ്റ് അരിയിട്ടെങ്കിൽ ഇപ്പോൾ അത് വെന്ത നിന്റെ പിള്ളേർക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകാമായിരുന്നു. ഞാൻ എൻ്റെ കൊച്ചിനുള്ളത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. നിന്റെ പിള്ളേരുടെ കാര്യം ഇനി നീ നോക്കിക്കോ. ഹേമ, നീ ആരോടാ പറയുന്നത്? ഇത് ശരത്തിന്റെ പെങ്ങളാണ്, അവൾ, എൻ്റെ മകൾ. അത് കേട്ടുകൊണ്ട് അമ്മ അങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഞാൻ ഇവളുടെ വേലക്കാരിയാകണോ? കുറേയായി ഞാൻ സഹിക്കുന്നു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ പാടുപെടുമ്പോ അമ്മ കൂടി ഇതിന് കൂട്ടുനിൽക്കരുത്. ഇവൾക്കൊരു ഭർത്താവുണ്ട്, ഒരു കുടുംബമുണ്ട്. വെളുപ്പിന് എഴുന്നേറ്റ് ഇവളുടെ പിള്ളേർക്കും ഇവൾക്കും ഉള്ളതുകൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നിങ്ങളൊക്കെ കഴിച്ച പാത്രങ്ങൾ വരെ ആ സിങ്കിൽ കാണും. 10 രൂപയ്ക്ക് ബിസ്ക്കറ്റ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നാൽ അത് ഞാൻ മാറ്റി വെക്കാറില്ല. പക്ഷെ ഇവളോ? എല്ലാം എനിക്കറിയാം. രാവിലെ തൂത്തുവാരുമ്പോൾ ജനൽ വഴി എറിയുന്ന ഷവർമയുടെ പാക്കറ്റുകൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇങ്ങോട്ടില്ലാത്തത് ഇനി അങ്ങോട്ടുമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഇനി ഈ വീട്ടിൽ നോക്കുകയുള്ളൂ. ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്ന അരിയും പലചരക്ക് സാധനങ്ങളും അത് ഞാൻ പൂട്ടിവെച്ചിട്ടുണ്ട്. നിനക്കും നിന്റെ പിള്ളേർക്കും ഉണ്ടുറങ്ങണമെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അമ്മയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം. വാ മോനെ. കണ്ണമ്മോന്റെ കയ്യും പിടിച്ച് ഹേമ ബാഗും എടുത്തു പോകുമ്പോൾ അമ്മയും ശരണിയുമൊക്കെ വാ പൊളിച്ച് നിന്നുപോയി. ആ നിമിഷം ചുവരിൽ തൂക്കിയ ശരത്തിന്റെ ചിത്രത്തിലെ വിളക്ക് ഒന്നാളെ കത്തി. ആ തീയായിരുന്നു ഇപ്പോൾ അവളുടെ ഉള്ളിലെ ഊർജവും. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.